ചെങ്ങായിൻ്റെ കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു. മൂപ്പരെ ബാക്കിൽ ടീഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു. അത് ആരും കണ്ടിട്ടില്ല. അടി തുടങ്ങി. മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല. നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കാക്ക നിങ്ങൾ കാര്യം കേൾക്കി. അതിനൊന്നും. നമസ്കാരം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് നടക്കുന്ന ഒരു വീഡിയോന്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. പിന്നെ കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ്, അത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് പ്രായമായിട്ടുള്ള തടിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കുറച്ച് കുട്ടികൾ ചേർന്ന് അടിക്കുന്നത്. അതായത് എന്തോ ഒരു കാര്യം അവിടെ നടന്നതിന് സംഭവം ഇയാൾ ചോദ്യം ചെയ്യാൻ ചെന്നു. ചോദ്യം ചെയ്യാൻ സമയത്ത് കുട്ടികൾ ഇയാളടുത്ത് പെരുമാറി. പിന്നെ ആ ചെക്കന്റെ വായന്ന് വരുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഭയങ്കര രീതിയിൽ ഇന്നലെ ഒരു ദിവസം കമന്റ് ബോക്സ് നിറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അതായത് സ്വന്തം ഉപ്പാനെയാണ് ആ ചെക്കൻ അടിക്കുന്നത്, ഓന്റെ വായന്ന് വരുന്ന എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് തിരൂര് തലക്കടത്തൂര് നടന്നിട്ടുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എല്ലാ ഗ്രൂപ്പുകളിലും, എനിക്ക് തോന്നുന്നു ഒരുവിധം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നും പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ്. അതായത് ഇതിൽ പിള്ളേരുടെ ആ ചെക്കന്മാരുടെ ഭാഗമാണ് കേട്ടോ ഇതിൽ വോയിസ് ക്ലിപ്പിലുള്ളത്. ഇനി ഇതിന്റെ ഒരു മറുപുറം ഉണ്ടായിരിക്കും അയാൾക്ക് പറയാനുള്ളതും ബാക്കിയുള്ളവർക്കൊക്കെ. അതെന്താ സംഭവം എന്നറിയില്ല. എന്താണെങ്കിലും ഈ വ്യക്തിക്കെതിരെ, ഈ വ്യക്തിനെ കണ്ടുകിട്ടിയത്, ഈ വീഡിയോ പ്രചരിപ്പിച്ചതാക്കിയിട്ടുള്ളതിനെതിരെ കേസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ക്ലിപ്പും കണ്ടു. നമുക്ക് ആ വോയിസ് ക്ലിപ്പിലേക്ക് പോവാം. അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്. അതായത് ഈ മനുഷ്യൻ വാളും കൊണ്ട് നിൽക്കുന്നത്, അതായത് ഇയാള് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളിപ്പോൾ ഈ സീനിൽ കാണുന്നത്. അതായത് ഇയാള് പിന്നെ ചോദ്യം ചെയ്യൽ മാത്രമല്ല, അവിടെ അടിപിടിയായ സമയത്ത് ഇയാൾ വാളെടുത്ത് പുറത്തേക്ക് വന്നു. ഇയാള് പല കേസുകളിലും പ്രതിന്ന് അങ്ങനത്തെയൊക്കെയോ സംഭവം കാര്യങ്ങളൊക്കെ അതും കേൾക്കുന്നുണ്ട്. വാള് പിന്നെ ഓങ്ങുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഞാൻ ഷാമിലാണ്. സംഭവം എന്താ വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചെങ്ങായിക്കും അറിയാം. അതേമാതിരി ഞങ്ങൾ 6 ആൾക്കും അറിയാം. അതേമാതിരി അവിടെ 6 ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി. ഫയാസിന്റെ നാടാണ്. പിന്നെ എൻ്റെ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. വണ്ടി ഇറക്കി 2 ദിവസമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായ വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്ന് കയറി വന്നാണ്ട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾ എന്താ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അവിടെ വേറെ ആൾക്കാരുണ്ട്, ഓരോടൊന്നും ചോദിക്കണില്ല, നേരെ ഞങ്ങളടുത്ത് വന്ന്. അങ്ങനെ മൂപ്പർ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പാടില്ല, മഹലിൻ്റെ തീരുമാനമാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ആ ഓക്കെ, ഫയാസിൻ്റെ നാടാണ്, അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു. ആ ഓക്കെ, എന്നാൽ അങ്ങനെ നിങ്ങളെപ്പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളുടിക്കാൻ വരുന്നത്, അങ്ങനെയാണ്. അന്ന് അതിൻ്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചിക്കണാല, അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞ് അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ. എന്നിട്ട് മൂപ്പരെന്താ പരിപാടി, അതിലിൻ്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട്. ഓൻ പറഞ്ഞു, കാക്ക ഞങ്ങൾ ഇവിടുന്ന് ഇരുന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കണ്ടിക്കണം, ഞങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും കിട്ടും, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അതിൽ മൂപ്പരെന്ത് ചെയ്ത്, നിങ്ങളോടല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞു. അങ്ങനെ വന്നിട്ട് മൂപ്പര് നേരെ പോയി റിഷാൻ ഒരൊറ്റ ഉന്ത്. ആ ഉന്തലിൽ ഞങ്ങൾ 5 ആൾക്കാർ താഴത്ത് നിൽക്കുകയാണ്. ഒരു പാലത്തിൻ്റെ മേലെ നിന്നാണ് ഉന്തുന്നത്. ഞങ്ങൾ നേരെ മേലെ കയറിയാണ്ട് മൂപ്പരോട് ചോദിച്ചു, കാക്ക ഞങ്ങൾ ഉന്താനും തല്ലാനൊന്നും നിൽക്കണ്ട, കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോകില്ല പറഞ്ഞു. അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഇന്നൊരൊറ്റ ഉണ്ട് ആ തടിയും വെച്ചുകാണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, അതിലാണ് ഞാനും മൂപ്പരും കൂടെ വർത്താനാണ്. ആ വീഡിയോ ആണ് മൊത്തം പുറത്തു പോയിക്കണത്. ആ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട്, ലാലുജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഈ ചങ്ങായി എന്താ കാട്ടിക്കണത്, ലാലുവിനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തതിന് വേണ്ടിയിട്ടാണ് ആ ഉന്തുന്നത്. അതിൽ ഞാൻ അടിച്ച്, കാരണം എൻ്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിക്കണത്. അതിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ച് ആകെ പ്രശ്നമായി. മൂപ്പര് എന്ത് ചെയ്ത്, അപ്പം തന്നെ ആ സ്പോട്ടിൽ വേറെ ചെങ്ങായിക്ക് വിളിച്ചു കണ്ടു, ഇജ്ജ് ആ സാധനം എടുത്ത് കണ്ടുകൊണ്ട് പോരെന്ന് പറയും. അപ്പം ഞങ്ങൾ പറഞ്ഞു, ആ ഓക്കെ, ആരാ വരാനുള്ള, പോലീസാ, ആരാച്ചാ വിളിച്ചു വരുത്തിക്കോളി, ഒരു കുഴപ്പമില്ല, നാട്ടുകാരാ എല്ലാവരും വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങായി വിളിച്ച ചെങ്ങായിൻ്റെ കയ്യിൽ 2 വലിയ വടി ഉണ്ടായിരുന്നു. മൂപ്പരെ ബാക്കിൽ ടീഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു. അത് ആരും കണ്ടിട്ടില്ല. അടി തുടങ്ങി. മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല. നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കാക്ക നിങ്ങൾ കാര്യം കേൾക്കി. അതിനൊന്നും നേരില്ല. മൂപ്പര് കാര്യം കേൾക്കാതെ നേരെ വന്നുകൊണ്ട് ഒരൊറ്റടി ആ വടിയേറ്റ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ, ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച് ഞങ്ങൾ കുറേ തടയാനും ഇതാക്കാനും നോക്കി, ഒന്നിനും സമ്മതിക്കല്ല. പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാർ, ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താണെന്ന് കേൾക്കണില്ല. അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഒരു കേൾക്കാൻ നിൽക്കണില്ല. ഈ ചെങ്ങായിണ്ട് വിളിച്ച് പറയുന്നത് ഒരു പേരിന് അടിക്കണ്, അതന്നെ
ഇത് കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ട. ഇതൊന്നും എന്താ ആൾക്കാർ നോക്കാത്ത? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത്. അവരാണ് ലാസ്റ്റ് ഞങ്ങളെ കൈക്കൽ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ളത് മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പോയിക്കോളി, ഇനി ഇവിടെ കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞയച്ചത് ഓരാണ്. ഓർക്ക് കേസാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇന്ന് ലഹരിൻ്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, ഇൻ്റെ വാപ്പയാണത്, അതിൽ ഞാൻ പറയണത് കണ്ടിട്ട് ഇൻ്റെ വാപ്പയാണത്, വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന്. ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം എന്ന് പോലും അറിയില്ല, എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ അയച്ചു വിടാൻ എല്ലാവർക്കും. പാബില ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള ഒറ്റ കാരണം എന്തായിരുന്നു അറിയോ? ആ വീഡിയോ പോയി. ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ? ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോയത്തോടക്കാൻ തന്നെ തലക്കെടുത്തൂർ അങ്ങാടിയിൽ ഏകദേശം ഇതായി. ചെക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി. എന്ത് ചെങ്ങായിക്ക് അടി കുടുങ്ങി, ചെറിയ ചെക്കന്മാരുടെ അടി കുടുങ്ങി എന്നുള്ളതായി. മൂപ്പര് എന്നിട്ട് എന്താ കാട്ടിക്കണെന്ന് വെച്ചാൽ, മൂപ്പര് ചെയ്താണ് ആര് ചെയ്തെന്ന് അറിയില്ല. ആ തലക്കെടുത്തൂർ മഹലിന്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ടുങ്ങാണ്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പുണ്ടാക്കി. ഒരു ബന്ധമില്ലാത്ത കുറിപ്പ്, അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് എഴുതിണ്ടാക്കിങ്ങാണ്ട് ആ സാധനം അങ്ങോട്ട് ഷെയർ ചെയ്ത്. അതാണ് എന്ത് എല്ലായിടത്തും പോയത്. എന്ത് ഷെയർ ചെയ്ത് കണ്ട് ആ ചെങ്ങായിനെ തന്നെ കിട്ടണം. ആ ചെങ്ങായിനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർക്കെതിരെ കേസ് കൊടുക്കണം. പാബില പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ, എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി, മൂപ്പര് അവിടുത്തെ വലിയ ഇതിന്റെ അത് ഈമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നൊന്നല്ല. സ്വന്തം കുടുംബക്കാരനെ വെട്ടിയിട്ടാ എന്തോ ജയിലിൽ പോയ ആളാണ്. ഇത് പയ്യന്മാരുടെ ഒരു വേർഷനാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താ സംഭവം എന്നുള്ള അറിയില്ല. അവരുടെ ഗ്രൂപ്പിൽ അവർ പറയുന്ന കേസാണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് ആ നാട്ടുകാരൻ, അവിടെ നാട്ടിലുള്ള ഒരാളുടെ ഈ പ്രശ്നം നടന്നതിന്റെ അടുത്ത വീട്ടിലുള്ള, എനിക്കൊന്നും അയാളും കണ്ടെന്നൊന്നും അറിയില്ല, കണ്ടു തോന്നുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു വേർഷനും കൂടി ഉണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി പ്ലേ ചെയ്യാം. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടെ പൊതുവേ ഇങ്ങനൊരു ഇഷ്യൂസ് നടക്കുന്നൊരു ഏരിയ ആണ്. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികൾ വന്ന് വെള്ളമടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൂപ്പരെ വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. നമുക്ക് ആ വീഡിയോയിൽ കാണാം മൂപ്പര അവിടെ കാറ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ചോദിച്ചതാണ്, നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ, എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നല്ല, ഇതിനായിട്ട് വരുന്ന. കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ, ഞാൻ അവരെക്കാളും ഒരു 2-3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഇത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് കറണ്ട് ആവശ്യം, എൻ്റെ പണിക്ക് പോകുന്നു. കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ്. ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്ന് ഇതാവണ്ടേ. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഇവരെ കുയ്യിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് കല്ലെടുത്ത് മൂപ്പരെ തലയിൽ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം. അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല. അവരാ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുള്ളൂ. അങ്ങനെ മൂപ്പരോട് പറഞ്ഞ് ഈ ആരാഴ്ച വിളിക്കട ഒക്കെ കയ്യിൽ കാണുന്നുണ്ടല്ലോ, ആരാഴ്ച വിളിക്കട നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത്, നിങ്ങൾ റെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂപ്പര അനിയനെ വിളിക്കുന്നത്, അനിയന് വരുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയിരിക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്, നല്ല അടി കിട്ടിയിരുന്നു. അടി കിട്ടി ആ കുയിലേക്ക് തള്ളിയിട്ടതാണ്. അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ, അല്ലാതെ അവരെ ഇതാക്കുന്നതല്ല, വടിയേറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ട് കുട്ടികളെ ഭാഗത്തുനിന്നുണ്ടെങ്കിലൊക്കെ നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും. കാരണം നമ്മളൊക്കെ ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി. ആൾക്കാരോട് കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറാന്നുള്ള ഒരു ഇതെങ്കിലും വേണ്ട ഒരു പിള്ളേരാകുമ്പോൾ. അപ്പോൾ അതുമാത്രമല്ല, ഉദ്ദേശം മോശം തന്നെയാണ്. കാരണം പിള്ളേരവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരും നല്ല ബോധത്തിലല്ല, അത് നമുക്കറിയാം. കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയിട്ടുള്ള പൈനാടി എന്ന് പറഞ്ഞ നാട്ടിലുള്ള പിള്ളേരാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. ചുമ്മാ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള
എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ ഭാഗത്തുള്ളതും കേൾക്കണം. ഈ അടികിട്ടിയ ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ പറയില്ല. പൊതുവെ ആ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ആരുടെങ്കിലും ജസ്റ്റ് ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു കാര്യം അറിയാത്ത ചുമ്മാ ഇടുന്നത്. ഈ 2025 നമ്മൾ കണ്ടതാണ്. സ്റ്റാർട്ടിങ് തന്നെ സദാചാരം ചോദ്യം ചെയ്തതിന് ഒരു മനുഷ്യനെ തൃശ്ശൂർ കുത്തിക്കൊന്നിട്ടുള്ള കേസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫെബ്രുവരി 2 സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതുപോലെ ഒരു ന്യൂസ്, അതായത് സദാചാര കുട്ടികൾ ഒരുമിച്ചിരുന്ന് എന്തോ സംഭവം, എന്താ സംഗതി എന്നുള്ള അറിയില്ല, സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ. പക്ഷെ ഒറ്റ കാര്യം മാത്രം എനിക്ക് നമ്മുടെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ, ആ ചെക്കൻ്റെ വായന്ന് വന്നത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ശരിയാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി പോയി, കുട്ടികളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി. പക്ഷെ വാളൊക്കെ എടുക്കാനും അങ്ങനത്തെ മാരകായുധം എടുക്കാനും വടിയെടുത്ത് തല്ലാനുള്ള അധികാരം ഒരു മനുഷ്യനും ഇവിടെ ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിൽ, ഇനിയിപ്പോൾ ഇവര് പറഞ്ഞ പോലെ അവിടെ ലഹരി പരിപാടിയാണെന്നുണ്ടെങ്കിലും അതിനല്ല ഇവിടുത്തെ നിയമ സംവിധാനം ഉള്ളത്. നാട്ടുകാർക്ക് ചോദ്യം ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യും, സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഈ മാരകായുധം എടുത്തിട്ട് കുട്ടികളെ വെട്ടുക പരിപാടി പറഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ഭാഗമുണ്ട്. ഇതിൻ്റെ 2 വേർഷനും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് പോലീസ് ഇതിൽ തീരുമാനം എടുക്കട്ടെ. നിയമ സംവിധാനം അതിന് വേണ്ടിയിട്ടാണല്ലോ, അവരാണ് തീരുമാനം എടുക്കേണ്ടത്.